Good morning, students. Today we are going to work out a problem from income from other source. So I first read the question. Okay. Mr. Thomas George provides you the following information and you are required to compute his income under the head of income from other source. Okay. First പറയുന്നത് winning from Kerala lottery bracket net എന്ന് പറയുന്നുണ്ട് received 1,05,000. അപ്പോൾ net എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രോസ് അപ്പ് ചെയ്തിട്ട് എഴുതണം. Then I credit his passbook the sources of which cannot be explained for its color being black rupees 90,000 unexplained source ആണ് income from other source ആണ്. Then rupees 6,300 received as interest on tax free debentures of Asian Pharmaceutical not listed in any stock exchange. Pharmaceuticalsന്റെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് 6,300 റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് നെറ്റ് എമൗണ്ട് ആയിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഒക്കെ ഗ്രോസ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 100/90 ആണ് എടുക്കുക. വിന്നിംഗ് ഫ്രം ലോട്ടറി 100/70, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 100/90 എടുത്തിട്ട് എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. ഇവിടെ റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രോസ് അപ്പ് ചെയ്യുന്നത്. ഇതിനടുത്ത് പറയുന്നത് 5,400 received as interest on debentures of Kerala Mineral Limited listed in question stock exchange. ഇവിടെയും പറയുന്നുണ്ട് 5,400 received എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. Then പറഞ്ഞ rent received from letting out of building along with the plant machinery and furniture 37,500. ഇവിടെ rent പറയുന്നുണ്ട് letting outന്. അപ്പൊ അതും income from other source ആണ് എടുക്കണം. Then expenses on composite letting is allowed. Depreciation on furniture 9,000, insurance 750 and repairs 3,750. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിഡക്ഷൻസ് ആണ്. നമ്മളൊരു ഹൗസ് ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് മെഷീനറി ഫേർണിച്ചർ എല്ലാം കൂടെ 37,500. അതിന് മുകളിൽ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ഇൻഷുറൻസ് റിപ്പയർസ് ഒക്കെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഒന്ന് പറയുന്നു റോയൽറ്റി റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ബുക്ക് rupees 28,500. റോയൽറ്റി ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് എടുക്കാം. Then he claims expenses on stationery and typing rupees 6,000. Expenses on stationery and typing rupees 6,000 പറയുന്നുണ്ട്, നമുക്ക് റിഡക്ഷൻ ആയിട്ടും ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇപ്പൊ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ്. Computation of income from other source. Okay. ഓരോരുത്തർ എഴുതാം. ഫസ്റ്റ് പറയുന്നത് winning from lottery. Winning from lottery. ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. നെറ്റ് എന്ന് പറയുന്നുണ്ട്, ഗ്രോസ് അപ്പ് ചെയ്യണം. എത്രയാ പറയുന്നത്? 1,05,000. 1,05,000 into 100/70. 1,05,000 into 100/70. That's equal to 1,50,000 rupees. Okay. ഇതിന് അടുത്ത് പറയുന്നത് അടുത്തെന്താ പറയുന്നത് നോക്കുക. അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് എന്നൊരു 90,000 ഉണ്ട്. അപ്പൊ ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് 90,000. നമുക്ക് സോഴ്സ് പറയാൻ പറ്റാത്ത ഇൻകം ഉണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കാണിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് ഏഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഇൻട്രസ്റ്റ് ഓൺ അൺലിസ്റ്റഡ് ഡിബഞ്ചർ. അൺലിസ്റ്റഡ് ഡിബഞ്ചർ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ പറയുന്നുണ്ട്. ഇവിടെ റിസീവ്ഡ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഗ്രോസ് അപ്പ് ചെയ്യണം. 6,300 ആണ് റിസീവ് ചെയ്തത്. റിസീവ്ഡ് മീൻസ് എന്താണ്? ടാക്സ് കുറച്ചിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 6,300 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. അപ്പൊ ഗ്രോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100/90. ഓക്കെ, ഇൻറ്റു 100/90. ദാറ്റ്സ് ഈക്വൽ ടു 7,000. 7,000. ഓക്കെ, ഇതിനടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ listed debentures. Listed debentures. ഇവിടെയും റിസീവ്ഡ് എന്നാ പറയുന്നത് 5,400. അപ്പൊ ഇത് ഗ്രോസ് അപ്പ് ചെയ്യണം. 5,400 into 100/90. That's equal to 6,000.
That's equal to 6,000. Okay. That's equal to 6,000. Okay. Then അടുത്ത് പറയുന്നത് നോക്കാം. അടുത്ത് പറയുന്നത് rent received from letting out. Income from letting out. Income from letting out. Income from letting out. എത്ര നോക്കാം? Income from letting out 37,500. 1,500. Then വേറെ എന്തെങ്കിലും കണ്ടോ നോക്കാം? വേറെ എന്തെങ്കിലും കണ്ടോ? വേറെ റോയൽറ്റി പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അടുത്ത ഇൻകം റോയൽറ്റി റിസീവ്ഡ് 28,500. 28,500. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 3,19,000. 3,19,000. ഓക്കെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ലെസ് ചെയ്യണം. അതായത് ഡിഡക്ഷൻസ് എല്ലാം ലെസ് ചെയ്യണം. നമുക്ക് ഡിഡക്ഷൻസ് ലെസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ഷൻസ് ഒക്കെ ലെസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കാം എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടിയത് 3,19,000 അല്ലെ? 3,19,000 ലെസ് ഡിഡക്ഷൻസ്. എന്തൊക്കെ ഡിഡക്ഷൻസ് ആണുള്ളത് നോക്കാം. ഡിഡക്ഷൻസ് ആയിട്ട് പറയുന്നത് നമ്മൾ റെന്റിന് കൊടുക്കുന്നു, ലെറ്റിംഗ് ഔട്ട് പറയുന്നുണ്ട്. അതിൽ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷനും ഇൻഷുറൻസും റിപ്പയേഴ്സും തരുന്നുണ്ട്. അതൊക്കെ ഡിഡക്ഷൻസ് ആണ്. അപ്പോ ഓരോരുത്തർ എഴുതാം. ഡിപ്രീസിയേഷൻ എത്ര പറയുന്നത്? 9,000. ഡിപ്രീസിയേഷൻ 9,000. Then insurance 750. Then repairs എഴുതാം. repairs എത്ര പറയുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 3,750. Then വേറെ എന്തെങ്കിലും റിഡക്ഷൻസ് ഉണ്ടോ എന്ന് ക്വസ്റ്റ്യൻ നോക്കാം. Then ലാസ്റ്റ് പറയുന്നുണ്ട് റോയൽറ്റിന്റെ റിഡക്ഷൻ പറയുന്നുണ്ട്. He claims expenses on stationery and typing. അത് റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. Expenses on stationery and typing. Stationery and typing. നമ്മൾ ഡിഡക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ പേഴ്സണൽ എക്സ്പെൻഡിച്ചറോ അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ്, അത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആയാലും ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസ് ആണെങ്കിൽ അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ റോയൽറ്റി എന്ന് പറഞ്ഞ ഇൻകം കിട്ടിയിട്ടുണ്ട്. ആ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ് ഈ സ്റ്റേഷനറിയും ടൈപ്പിംഗും ഒക്കെ. അപ്പൊ അത് എടുത്ത് എഴുതുക. എത്രയാണ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം? ആ എമൗണ്ട് എടുത്ത് എഴുതുക 6,000. ടോട്ടൽ ചെയ്യുക. ഔട്ടറിലേക്ക് എടുത്ത് എഴുതുക 19,500. Then ഡിഡക്ഷൻസ് ലെസ് ചെയ്യുക. ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2,99,500. 2,99,500 ടൈം നേരെ എഴുതുക. ഇൻകം ഫ്രം അതർ സോഴ്സ്. 2,99,500. ഓക്കെ. എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കൂടെ ഒരു ഹോംവർക്ക് കൂടെ ഉണ്ട്, അതും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. That's all today. Thank you.